പ്രീതിക്ക് വേണ്ടി ചെയ്യേണ്ട 8 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഗംഗാ നദിയിൽ കുളിക്കുന്നതും ഗായത്രി മന്ത്രജപം നടത്തുന്നതും ശ്രീകൃഷ്ണ നാമാഷ്ടകം ജപിക്കുന്നതും അത്യുത്തമമാണ്. സാളഗ്രാമ പൂജ നടത്തുന്നതും തുളസീദളധാരണവും ഭഗവത്ഗീതാ പാരായണവും ഉത്തമമാണ്. ഗോപീചന്ദനം ചാർത്തുക, ഏകാദശി വ്രതമെടുക്കുക എന്നതും കലിയുഗത്തിൽ നിന്നും മുക്തി നേടാൻ അത്യുത്തമമാണ്. ശ്രദ്ധയോടുകൂടെയും വ്രതത്തോടുകൂടെയും 7 ദിവസം ഭാഗവതം പാരായണം ചെയ്യുന്നതും അത്യുത്തമമാണ്. അത് ശ്രദ്ധയോടുകൂടെയും ഭക്തിയോടുകൂടെയും ശ്രവിക്കുന്നതും സർവപാപങ്ങളിൽ നിന്നും മുക്തി നേടുന്നതിനും ഉത്തമമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭഗവത് പ്രീതിക്ക് വേണ്ടി ഈ കാര്യങ്ങൾ ശരിയായ വിധത്തിൽ ചെയ്യുക. ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ലഭിക്കട്ടെ. അതിനായി എല്ലാവരും പ്രാർത്ഥിക്കുക. സർവരുടെയും സർവാഭിഷ്ടങ്ങളും ഭഗവാൻ നിറവേറ്റിത്തരുന്നതാണ്. അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിക്കുക. ആത്മാർത്ഥപരമായ ഭക്തിയോടുകൂടെയും നിഷ്കളങ്കപരമായ ഭക്തിയോടുകൂടെയും മാത്രമേ ഭഗവാനിലെത്തപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും എല്ലാവിധ വ്രതങ്ങളും ചിട്ടയായി എടുത്തുകൊണ്ടും ഭഗവാന്റെ കൃപാകടാക്ഷങ്ങൾ ലഭിക്കാനായി എല്ലാവരും പ്രാർത്ഥിക്കുക. സർവർക്കും സർവമംഗളങ്ങളും ഉണ്ടാവട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.